ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കാലടി ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബൾക്കീസ് കൊരണപ്പറ്റ അവതരിപ്പിച്ചു. 2,01,28,800 രൂപയും പദ്ധതി ചെലവുകൾക്കായി പ്രതീക്ഷിത വരുമാനം 13,29,803,120 രൂപയും പദ്ധതി ഇതര ചെലവുകൾക്കായി 65 ലക്ഷം രൂപയും മറ്റു മൂലധന വരവുകൾ 7,31,23,800 രൂപയും ഉൾപ്പെടെ ആകെ വരവ് 30,13,97,576 രൂപയും. പ്രസിഡന്റ് കെ ജി ബാബു ആമുഖ പ്രസംഗം നടത്തി. സാമ്പത്തിക വികസനത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റുക എന്നതാണ് 14 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും സമഗ്ര പുരോഗതിക്കായി തയ്യാറാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റ് അനുദിനം ഇല്ലായിക്കൊണ്ടിരിക്കുന്ന കൃഷി തിരിച്ചുപിടിക്കുന്നതിനായി പുതിയ കാർഷിക പദ്ധതികളെ ആവിഷ്കരിക്കുന്നു. 30,13,97,576 രൂപയുടെ വരവും 29,17,18,420 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പാർപ്പിട മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കുമാണ് മുൻതൂക്കം നൽകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആനന്ദൻ, ബഷീർ തുറയാറ്റിൽ, റംസീന ഷാനു, മുൻ പ്രസിഡന്റ് അസ്ലം തിരുത്തി, മറ്റ് മെമ്പർമാരും സംബന്ധിച്ചു. NCV ന്യൂസ്, തവനൂർ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.